ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDP ഇടതുമുന്നണിയെ പിന്തുണയ്ക്കും. PDP കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിന് അംഗീകാരം നൽകിയിട്ടുമുണ്ട്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, PDPയുടെ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിർണായകമാകും PDPയുടെ പിന്തുണ? സുജിയ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി PDP ഇടതുമുന്നണിയെ പിന്തുണച്ചു വരികയായിരുന്നു. ഇതേ നിലപാട് ഈ തിരഞ്ഞെടുപ്പിലും തുടരുമെന്നാണ് PDP കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് യോഗം ചേർന്ന് തുടർന്ന് ഈ യോഗ തീരുമാനം ചെയർമാനായ അബ്ദുൽ നാസർ മദനി അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ PDP പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പിന്തുണ തുടരും. ഫാസിസത്തോട് സന്ധിയാകാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടത് മതേതര ചേരി ശക്തിപ്പെടേണ്ടതുണ്ട് എന്നാണ് PDP പറയുന്നത്. അതോടൊപ്പം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പയിനുകളുമായി പ്രവർത്തകരോട് ഇറങ്ങാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാനും മണ്ഡലങ്ങളിൽ BJP ഉയർത്തുന്ന രാഷ്ട്രീയ ഭീഷണി തടയാൻ ഈ ഇടതുപക്ഷത്തിന് കഴിയുമെന്നാണ് PDP പറയുന്നത്. നേരത്തെ 1993 PDP രൂപം കൊള്ളുന്നത്. അബ്ദുൽ നാസർ മദനിയാണ് ഇതിന്റെ സ്ഥാപകൻ. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതായത് 1994 നടന്ന ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് തിരൂരങ്ങാടി തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ PDP നിർണായക ശക്തിയായിരുന്നു. മാത്രവുമല്ല, PDP എന്ന സ്ഥാനാർത്ഥി നിർത്തുകയും BJPയേക്കാൾ അധികം ഗുരുവായൂരിൽ വോട്ട് നേടുകയും ഇത് സമദാനിയുടെ പരാജയത്തിൽ നിർണായകമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം തിരൂരങ്ങാടി തിരഞ്ഞെടുപ്പിലും ശക്തി തെളിയിച്ചിരുന്നു. 2008 ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് 2010 മദനി വീണ്ടും അറസ്റ്റിലാവുന്നത്. അതിനിടയിൽ നടന്ന 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മദനിയെ പ്രത്യക്ഷ വേദികളിൽ തന്നെ CPM അണിനിരത്തിയിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് പൊന്നാനിയിൽ ലീഗിനെ തളക്കാൻ വേണ്ടി അബ്ദുൽ നാസർ മദനിയൊപ്പം പിണറായി വിജയൻ അടക്കം കൺവെൻഷനിലടക്കം പങ്കെടുക്കുകയും അതന്ന് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം മദനി അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സമയത്ത് PDP പൊതുവെ ദുർബലമാവുകയും അത്തരത്തിൽ പ്രത്യക്ഷമായി പിന്തുണയുമായി അവർക്ക് രംഗത്ത് വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അബ്ദുൽ നാസർ മദനി ഇപ്പോൾ ഈ ജാമ്യം കിട്ടി കേരളത്തിൽ കഴിയുകയാണ്. അടുത്തിടെ ചികിത്സയിലായിരുന്ന മദനി അടുത്തിടെയാണ് ഡിസ്ചാർജ് ആയത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PDP കഴിഞ്ഞ കുറെ കാലമായി തുടരുന്ന നിലപാട് തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PDP ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നാണ് അവരുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. സുജിയ, വിവരങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂരാണ്.